2003 മാർച്ച് 16. ഇസ്രായേൽ അധിനിവേശം ഫലസ്തീൻ ഗ്രാമങ്ങളെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരുന്ന കാലം. ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബുൾഡോസറുകൾ ഇരമ്പിയാർക്കുകയാണ്. മേഖലയിൽ അവശേഷിക്കുന്ന ഫലസ്തീൻ കെട്ടിടങ്ങൾ കൂടി തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം സംഹാര താണ്ഡവമാടുന്നു. തങ്ങളുടെ വീടുകൾ, ഗ്രാമങ്ങൾ, ദേവാലയങ്ങൾ എല്ലാം തവിട് പൊടിയാകുന്നത് കണ്ട് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന അനേകം ഫലസ്തീൻ കുടുംബങ്ങൾ. ഇതിനിടയിൽ ഫ്ലൂറസൻ നിറമുള്ള വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടി കയ്യിൽ ഒരു മെഗാഫോണുമായി സൈന്യത്തിന്റെ ബുൾഡോസറിന് മുന്നിൽ ചെന്നു നിന്നു. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാനും ഒരു അമേരിക്കക്കാരിയാണ്. നിങ്ങൾ കാട്ടുന്നത് നീതികേടാണ്. ഈ ക്രൂരതയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഈ പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഇതവരുടെ മണ്ണാണ്. ഏതാനും ദിവസങ്ങളായി പ്രദേശത്തെ ഫലസ്തീൻ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി അത്രമോത്സവത്തോടെ മുന്നേറുകയായിരുന്നു ഇസ്രായേൽ സൈനികർക്ക്. ആ പെൺകുട്ടിയുടെ എതിർപ്പും ഒട്ടും സഹിച്ചില്ല. വഴിയിൽ നിന്നും മാറാൻ അവർ ഭീഷണി ഉയർത്തി. പെൺകുട്ടി പിന്മാറിയില്ല. സൈന്യം ബുൾഡോസറുകൾ തകർത്ത കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവൾക്ക് മുന്നിലേക്ക് കോരിയിട്ട് ഭയപ്പെടുത്താൻ ശ്രമിച്ചു. സൈന്യത്തിന്റെ ഭീകരതയ്ക്ക് മുന്നിൽ ഒട്ടും കുലുങ്ങാതെ ഒറ്റയാൾ പട്ടാളമായി ആ പെൺകുട്ടി നിന്നു. കെട്ടിട കൂമ്പാരങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് അവൾ സൈന്യത്തിന് നേരെ മെഗാഫോണിൽ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സൈന്യത്തിനത് സഹിച്ചില്ല. അമേരിക്കൻ നിർമ്മിത D9 കാറ്റർപില്ലർ ബുൾഡോസർ ആ പെൺകുട്ടിക്ക് നേരെ പാഞ്ഞെടുത്തു. അവൾ പുറകോട്ട് മാറിയില്ല. മരണത്തിന് മുന്നിൽ ഉറച്ച മനസ്സോടെ നിന്നു. അങ്ങേയറ്റം ക്രൂരമായി സൈന്യം അവൾക്ക് മുകളിലൂടെ ബുൾഡോസർ പായിച്ചു. ഒന്നല്ല, 2 വട്ടം. ഒരു നിർജീവ വസ്തുവിനെ മണ്ണിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ലാഘവത്തോടെ ബുൾഡോസർ നീങ്ങി. ബുൾഡോസറിന്റെ ബ്ലേഡിനടിയിൽപ്പെട്ട് തലയോട്ടി തകർന്ന് മണ്ണിൽ പൊതിഞ്ഞുപോയ ആ ശരീരം കൂടെയുണ്ടായിരുന്നവർ വാരിയെടുത്തു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അല്പം ജീവൻ ബാക്കിയുണ്ടായിരുന്ന ആ ശരീരം അപ്പോഴും ഫലസ്തീന് വേണ്ടി വിതുമ്പി. വൈകാതെ ജീവൻ വെടിഞ്ഞു. ആശുപത്രി റെക്കോർഡിൽ ഡോക്ടർമാർ എഴുതി, തലയോട്ടിയും നെഞ്ചും തകർത്ത ക്ഷതങ്ങളാണ് മരണകാരണം. 23-ാമത്തെ വയസ്സിൽ ഫലസ്തീന് വേണ്ടി രക്തസാക്ഷിയായ അമേരിക്കൻ പെൺകുട്ടി റേച്ചൽ കോറി 2003 ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ടതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റേച്ചൽ കോറി തന്റെ പ്രിയപ്പെട്ടവർക്ക് അയച്ച കത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഞാൻ ഫലസ്തീനിലെത്തിയിട്ട് 2 ആഴ്ചയും 1 മണിക്കൂറുമായിരിക്കുന്നു. ഞാനിവിടെ കണ്ടതിനെക്കുറിച്ച് ചിലത് കുറിക്കാനുണ്ട്. അമേരിക്കയിലേക്ക് ഈ കത്തെഴുതുന്നതിനായി ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ കൂടി എനിക്ക് സാധിക്കുന്നില്ല. തങ്ങളുടെ വീട്ടുചുമരിലേക്ക് പാറിയെത്തുന്ന വെടിയുണ്ടങ്ങളെ ചെറുക്കാൻ ഇവിടുത്തെ വീടുകളിൽ ഇനിയും കുഞ്ഞുങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പോലെയല്ല. എല്ലായിടത്തെയും ജീവിതങ്ങൾ ഇന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ എത്തുന്നതിന് 2 ദിവസം മുമ്പ് ഒരു 8 വയസ്സുകാരനെ ഇസ്രായേലി പട്ടാളം വെടിവെച്ച് കൊന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു കുഞ്ഞുങ്ങളുടെ ചുണ്ടുകളിൽ അവന്റെ പേരിപ്പോയും മർമ്മര ശബ്ദമായി അവശേഷിക്കുന്നുണ്ട്. അലി. ലേഖനങ്ങളോ പഠനങ്ങളോ കോൺഫറൻസുകളോ ഡോക്യുമെന്ററികളോ അല്ല ഇവിടുത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നിങ്ങളിത് കാണാതിടത്തോളം നിങ്ങളിതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല. എന്നിട്ടും നിങ്ങൾക്കറിയാം ഫലസ്തീനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞവ യാഥാർത്ഥ്യങ്ങളില്ലെന്ന്. ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഒരിക്കൽ ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരെ ഈ യുദ്ധം എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ നിങ്ങൾ സമരം തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.